ഒരു കസ്റ്റമർ ഷോപ്പിലോട്ട് കയറി വരുന്നു, ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, ഇല്ല എന്ന് പറയാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് അല്ലെ? എല്ലാം നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഇല്ല വാക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമുക്ക് ഇല്ല എന്നുള്ളത് ഇല്ല എന്ന് പറയാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ല എന്നുള്ളത് ഇല്ല എന്ന് പറയാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തു, ബിസിനസ് എന്തുകൊണ്ടും കയറി വരുന്നില്ല. അതിൽ അവസാനം ഓണർ തന്നെ എന്ത് ചെയ്തു, ഞാൻ അവിടെ പോയിരിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരാഴ്ച ഇരുന്നപ്പോ കസ്റ്റമർ വരുന്നു, ചോദിക്കുന്നു ഇന്ന സാധനം ഉണ്ടോ, ഇല്ല, അവൻ ഇറങ്ങി. അടുത്തവൻ വരുന്നു, ഇല്ല, അവൻ ഇറങ്ങി. ഇതിങ്ങനെ കേട്ടപ്പോ പറഞ്ഞു, അത് ചേർക്കടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങളോട് ഇരിക്കുന്നത്? ഇല്ല എന്ന് പറയാൻ എനിക്കൂടെ ഒരു സ്പീക്കർ വെച്ചാൽ പോലെ ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഇരുന്നിട്ട് ഈ ഇല്ല എന്ന് പറയുന്ന വാക്ക് മാത്രം മാറ്റിയിട്ടുള്ളൂ. ബിസിനസ് ശരിക്കും പൂട്ടാൻ വേണ്ടി തീരുമാനിച്ച ഷോപ്പാണ്. ഓൺലി വൺ കാര്യം, ഇല്ല എന്ന് ഈ ഷോപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്ത് ചെറിയ ഒരു മാറ്റമാണ് നമ്മൾ അതിൽ കൊണ്ട്. അതെ. അപ്പൊ ഇതിനെങ്ങനെയൊക്കെ ഇല്ല എങ്കിൽ പോലും എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ആളുകൾക്ക് പ്രസന്റ് ചെയ്യാം? ശരി, ഞാൻ എൻ്റെ ബിസിനസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ടെക്നിക്കലി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ കോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സൊല്യൂഷൻസ് ഓബിയസ്ലി ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്, ഞാൻ സൊല്യൂഷൻസ് കൊടുക്കുന്നു. കാരണം കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ഇവരുടെ കൂടെയാണ് ജീവിക്കുന്നതും എല്ലാം ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഈ IT ഗൈസിൻ്റെ ഒക്കെയാണ്. അപ്പോൾ എനിക്കറിയാം എന്ത് പോസിബിൾ ആണെന്നുള്ളത്. ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ കസ്റ്റമർ അത് പറയുമ്പോൾ അതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ടെക്നിക്കലി ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല, ഞാൻ എൻ്റെ വയബിലിറ്റിയാണ് ചിന്തിക്കുന്നത്, വയബിലിറ്റിയും പോസിബിലിറ്റിയാണ് ചിന്തിക്കുന്നത്. ഒരു കസ്റ്റമർ എന്നോട് വന്നിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ, കോഡിംഗ് പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും എനിക്കറിയില്ല എന്ന് ഞാൻ അവരോട് പറയാറില്ല. ഞാൻ പകരം പറയാറുള്ളത്, നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള വേർഷൻ. എനിക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം, എൻ്റെ ടീമിൽ ഇന്ന വ്യക്തി ഇതിലെ എക്സ്പേർട്ടാണ്, അവരോട് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കാൻ ഒരു അവസരം തന്നാൽ മേ ബി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അവർ നിങ്ങൾക്ക് തരും. കസ്റ്റമർ ഹാപ്പിയാണോ? അവര് ഹാപ്പിയാണല്ലോ, എന്തായാലും അവർക്ക് ആൻസർ കിട്ടുമല്ലോ. ആൻസർ കിട്ടുന്നത് മാത്രമല്ല, എന്നെക്കാളും മൂല്യം അവരിൽ നിന്ന് കിട്ടുമ്പോൾ പിന്നെ എന്നെ അവിടെ മെഷർ ചെയ്യുന്നില്ല. എന്നെ എന്തിനു മെഷർ ചെയ്യും? മാത്രമല്ല നിങ്ങളുടെ ടീമിൽ തന്നെയാണ് അവരുള്ളത്. അതെ, എന്നെ അവർ റെസ്പെക്ട് ചെയ്യും, കാരണം ഞാനാണ് അവരെ കണക്ട് ചെയ്യുന്നത്. ഇനി ഇത് എന്റെ ടീമിൽ അല്ലെങ്കിൽ പോലും മറ്റു പുറത്തുനിന്ന് ആണെങ്കിൽ പോലും എനിക്കത് കണക്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്നെ റെസ്പെക്ട് ചെയ്യും. എല്ലാം അറിയുന്നു. ഇവിടെ ഞാനിപ്പോ ഇല്ല എന്ന് പറഞ്ഞോ? എവിടെ ഉണ്ട്? ഇല്ല, ഞാനത് പറഞ്ഞിട്ടില്ല. എനിക്കറിയോ? ഇല്ല. അത് കണക്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതൊരു യെസിലോട്ട് പോയി. യെസ്, ഞങ്ങളുണ്ട് ഇവിടെ, നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും ഞങ്ങളുണ്ട് ഇവിടെ എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ ഷോപ്പിലും കാണാൻ പറ്റും. ചില സാധനങ്ങൾ ചോദിക്കുമ്പോൾ അതില്ല എന്ന് പറയുന്നതിന് പകരം ഇന്നതുണ്ട് എന്ന് പറയാം. അതായത് ഇപ്പോ ഒരു ഐഫോൺ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഐഫോൺ ഇല്ലെങ്കിൽ സാംസങ് ഉണ്ട് എന്നെങ്കിലും പറഞ്ഞു നോക്കാലോ. അല്ലെങ്കിൽ ആ പറയുന്ന സ്പെസിഫിക് ഫോൺ ഇല്ലെങ്കിൽ അതിന്റെ കൂടെ കൂടുതൽ GB മാറിയ കളേഴ്സ് പോലും പല കളേഴ്സുകളുണ്ട് ഒരേ ഫോൺ തന്നെ. കളർ ചോദിക്കുകയാണെങ്കിൽ മറ്റൊരു കളർ പറയാനുണ്ട്, എന്ന് പറയണ്ടെന്നാലും അത് അവിടെ അതൊരു സൈക്കോളജി ആണെന്നുള്ളത് നമ്മൾ ടീമിനെ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പം ബ്ലാക്ക് കളർ ഇന്ന സാധനം ഉണ്ടോ, അയ്യോ അത് തീർന്നു പോയി പറയണ്ട. പകരം നമുക്ക് പറയാം, ഗിവ് മീ 2 days ടൈം. നിങ്ങൾക്ക് അത് വേണം നിർബന്ധമാണ്, കുറച്ച് സമയം തരും, ഞാൻ അത് എത്തിച്ചേരാം. അതിനേക്കാൾ തന്നെ ഇപ്പൊ ബ്ലാക്ക് കളർ വേണം എന്ന് ഉണ്ട്, 2-3 കാര്യം നമുക്ക് പറയാം. എന്നിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് തന്നെ വേണം എങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം, വിഷമിക്കേണ്ട, ഞങ്ങൾ അത് വീട്ടിൽ എത്തിച്ചേരാം. പല ചോയ്സും ഉണ്ട്. അതെ, അദ്ദേഹത്തിന്റെ സമയമാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കളർ മാത്രമല്ല വ്യത്യാസമുള്ളൂ. സാർ ഈ ഫോൺ നോക്കിക്കോളൂ, സെയിം കോൺഫിഗറേഷൻ ആണ്, എല്ലാം ചെക്ക് ചെയ്തോളൂ. കളറാണെന്ന് ഇന്ന സാധനം ഞങ്ങൾ വീട്ടിലെത്തിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് അന്നത്തേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. പറയാം, നോയ്ക്ക് പകരം നമ്മൾ ബ്യൂട്ടിഫുള്ളി അതിന് കണിശത വരണം. ഒരു ഷോപ്പിനകത്തും ഇപ്പൊ എന്റെ ഒരു ഷോപ്പിൽ ആദ്യം യൂസർ ഫോൺസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ ഭാഗം യൂസർ ഫോൺസിന്റെ കസ്റ്റമേഴ്സ് ആണ്. കാരണം മറ്റു ഷോപ്പുകളൊക്കെ യൂസർ ഫോണാണ് അവിടെ ഉള്ളത്. നമ്മൾ അവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു ന്യൂ ഫോൺ വിൽക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അവിടെ ആ ഭാഗം ഉള്ള യൂസർ ഫോണിന്റെ ആളുകളായതുകൊണ്ട് നമ്മളെ വാതിൽ തുറന്ന് ഇങ്ങനെ ചോദിക്കും, യൂസർ ഉണ്ടോ? ഇല്ല. ഉള്ളിലേക്ക് കയറുമ്പോഴല്ല, ഇല്ല. അവിടെ കസ്റ്റമറുടെ നമ്പർ പോലും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അതായത് ആദ്യങ്ങളൊക്കെ ഒരു ഉള്ളിൽ കയറി നോക്കിയിരുന്നു, പിന്നെ അവർക്ക് അറിയാം ഇവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ ഡോറ് തുറന്ന് പുറത്തുനിന്ന് തലയിട്ട് ചോദിക്കും, ഇല്ല. ഈ ഇല്ല കേട്ട് ഇപ്പൊ അവര് പറഞ്ഞ പ്രശ്നം എന്താ, ഞങ്ങൾക്ക് കസ്റ്റമർ ഇല്ല. ഇന്ന് ഞാൻ അവരെ വിളിച്ചു ചോദിക്കുമ്പോ പറയാം, കസ്റ്റമർ വരുന്നില്ല. കസ്റ്റമർ എങ്ങനെ വരിക? ഞാൻ തന്നെ ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം അന്വേഷിച്ചു, അത് കിട്ടിയില്ല. നെക്സ്റ്റ് എനിക്ക് ആ സാധനം ആവശ്യം വരുമ്പോൾ ഞാൻ വെറുതെ അവിടെ കയറി സമയം കളയും, ആ വഴിയേ പോവില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതില്ല വന്നിരുന്നോ കസ്റ്റമർ? ആദ്യം വന്നിരുന്നു, അവർ എന്താ ചോദിച്ചത്? അപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇല്ല എന്നാ പറഞ്ഞത്. പിന്നെ അവൻ എങ്ങനെ രണ്ടാമത് വരും? ഇതാണ് ഇല്ല എന്ന വാക്കിന് ഭയങ്കരമായ ഒരു നെഗറ്റിവിറ്റിയാണ് ഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു വട്ടേ ഞാൻ ചിലപ്പോൾ അതിന് സമയം കളയും. ഇപ്പൊ പഴയ പോലെയല്ല. ഇപ്പൊ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ
നമ്മൾ പറയാനല്ല, ഞാൻ എപ്പോഴും നമ്മുടെ ഷോപ്പിലൂടെ പറയും, ഈ റോഡിലൂടെ യാത്ര വരുന്ന ആൾ നിങ്ങളെ ഷോപ്പിലേക്ക് കയറിയെങ്കിൽ വെറുതെ ആയിരിക്കില്ല. കാരണം ഞാൻ എത്രയോ റോഡിലൂടെ പോകുന്നുണ്ട്, ഞാൻ എല്ലാ ഷോപ്പിലും കയറുന്നില്ല. നിങ്ങൾ കയറിയിട്ടുണ്ടോ വെറുതെ ഏതെങ്കിലും ഷോപ്പിനകത്ത്? ഇല്ല. ആ ഷോപ്പിൽ വന്നിട്ട് മൊബൈൽ ഫോൺ വിൽക്കുന്ന ഷോപ്പാണ്, അവിടെ വന്നിട്ട് ടയോട്ട കൊറോള ആണെന്ന് ഒരാൾ ചോദിക്കില്ല. അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഷോപ്പിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്, അതിന് അവിടെ ഇല്ല എന്നാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആൻസർ കിട്ടുന്നതെങ്കിൽ അത് ആ ഷോപ്പിന് എന്താണ്? ഒരു പെർമനന്റ് റിജക്ട് ആണ് അത്. ആ റിജക്റ്റഡ് ആണ്. കസ്റ്റമർ നമ്മളെ ആ ഷോപ്പിനെ ഇങ്ങോട്ട് റിജക്ട് ചെയ്യും. അപ്പൊ മാക്സിമം അതല്ലെങ്കിൽ അയാളുടെ ആ ചോദിച്ച സാധനം നിറവേറ്റാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രസന്റ് ചെയ്യണം. ഇതൊന്നും പ്രസന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അത് തന്നെ എത്തിച്ചു കൊടുക്കാനുള്ള സമയം ചോദിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തോട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമുക്ക് തന്നെ അപ്പൊ തന്നെ അറേഞ്ച് ചെയ്യാവുന്നതുള്ളൂ. നോ എന്ന വാക്ക് പറഞ്ഞാൽ കസ്റ്റമർ പുറത്തേക്ക് ഇറങ്ങി. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു എന്തെങ്കിലും ഒരു സാധനത്തിന് നോ പറഞ്ഞു, കസ്റ്റമർ നമ്മളെ കസ്റ്റമർ സ്ഥിരം കസ്റ്റമറാണ്, സ്ഥിരം വരുന്നു ഇതേമായിട്ട് നമ്മളെല്ലാം കൊടുത്തു, ഒരു ദിവസം നമ്മൾ നോ പറഞ്ഞു, കസ്റ്റമർ എന്താ ചെയ്യുന്നത്? ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ 2 ഷോപ്പിൽ നിന്ന് ആ നോ പറഞ്ഞ സാധനം അവിടുന്ന് കിട്ടി, നെക്സ്റ്റ് കസ്റ്റമർ അവിടെ പോകും. എന്തെങ്കിലും ഉറപ്പ് തരാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും അവസാനം ഈ സാധനത്തിന്റെ അവന്റെ ആവശ്യം എവിടുന്നാണോ നിറവേറ്റിയത് അവിടേക്ക് പോകും. ഞാൻ അങ്ങനെയാണ്, ഞാൻ എന്റെ കാര്യം വെച്ചിട്ടാ പറയുന്നത്. എന്റെ കസ്റ്റമേഴ്സ് അഗെയിൻ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഗൈഡ് ചെയ്യും. നിങ്ങൾ ഇന്ന അടുത്ത ആളെടുത്തോട്ട് പോകും, ഓക്കെ, നിങ്ങൾ അവരോട് സംസാരിക്കൂ, നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് അവിടെ കിട്ടും. കിട്ടിയില്ലെങ്കിൽ എന്നെ നിങ്ങൾ വിളിക്കൂ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നമ്പർ തരും, ഞാൻ നിങ്ങളെ ഇന്ന സമയത്ത് വിളിക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറെ ആൾക്കാരെ ഞാൻ അറേഞ്ച് ചെയ്തത്. ഇപ്പം ഞാനുമായിട്ട് കണക്ട് ചെയ്യണം. നിങ്ങൾ നാളെ അവിടെ പോയി കഴിഞ്ഞാൽ ഞാനുമായിട്ടുള്ള കണക്ഷൻസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇത് സോഫ്റ്റ്വെയറും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ കയ്യിൽ കിട്ടിയിട്ട് ഇഷ്ടംപോലെ നമ്മൾക്ക് ഞാനൊക്കെ വാങ്ങിച്ച സാധനം ഇതൊന്നും ഉപയോഗിക്കാൻ അറിയാതെ ഇതെന്താ ചെയ്യാതെ കുറെയൊക്കെ അവരോട് തന്നാളോട് 2-3 ചൂടായാലും കാര്യങ്ങൾ ലാസ്റ്റ് അതങ്ങ് കളയും. അതുകൊണ്ട് ചെയ്ത് തന്ന് അത് നമുക്ക് ഉപയോഗപ്രകാരം അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അവർ വിടില്ല, അവർ പിന്നെ അപ്പുറം പോയാലും വരും. ഞങ്ങളുടെ ഫീൽഡ് അങ്ങനെയല്ല. ഞങ്ങളുടെ ഫീൽഡ് ഒരു ഗാഡ്ജറ്റ്സ് ആണ് വെക്കുന്നത്, ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്തെ ഗാഡ്ജറ്റ്സ് കിട്ടും. പക്ഷെ അവിടെ ഒന്നും അന്വേഷിക്കില്ല, നേരെ വന്ന് ഇവിടെയൊക്കെ ഞാൻ നമ്മളെ പല ഷോപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരിക്കലും അവരെ കസ്റ്റമറെ മറ്റൊരു ഷോപ്പിൽ കയറാൻ അവർ സമ്മതിക്കില്ല. അത് അവരുടെ ടാർഗറ്റ് ആണ്. എന്റെ കസ്റ്റമറാണ്, ഇദ്ദേഹം ഒരു സ്റ്റിക്കർ വേണം, ഇല്ലെങ്കിൽ ഞാൻ കൊടുന്ന് ഇവിടെ നിട്ട് കൊടുക്കും. അദ്ദേഹത്തെ മറ്റൊരു ഷോപ്പിലേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല. അവിടെ അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടും എന്തെങ്കിലും കൊടുത്ത് ഇരുത്തി സൽക്കരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്കറിയാം ഈ ആൾ ഇറങ്ങി അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വില കൂടിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ വില കൂടി, ക്വാളിറ്റി മോശമായിക്കോട്ടെ, പക്ഷെ മൈൻഡിന്റെ ഉള്ളിൽ ഒരു വര അങ്ങോട്ടും കൂടെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ സ്ഥിരം പോകുന്ന വഴിയിൽ ഒരു വര അങ്ങോട്ടും കൂടെ, ലൈൻ അങ്ങോട്ടും കൂടെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം അവിടേക്ക് പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതൽ. ഡ്യൂഡ് ടെലികോം. Dude Telecom.